ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വിഷു സ്പെഷ്യൽ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വിഷു എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, കാരണം എൻ്റെ മോളുടെ ആദ്യത്തെ വിഷുവാണിത്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു ട്രഡീഷണൽ ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ ലൈനിങ് ഇത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ബോഡി പാർട്ടിലേക്ക് 7.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ച് നോർമൽ ലെങ്ത്തും അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഞാൻ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ ഷോൾഡർ എടുക്കുന്നതും 2 ഇഞ്ച് തന്നെയാണ്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ചാണ് ആം ഹോൾ എടുക്കുന്നത്. അപ്പോൾ ആം ഹോൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റ് എടുക്കുന്നത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച്. ഇതേ അളവിൽ തന്നെയാണ് ഞാൻ മിക്ക ഫ്രോക്കും ചെയ്തിട്ടുള്ളത്. കാരണം മോളുടെ അളവ് അതായതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അളവിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ മോഡലിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേസ്റ്റും അതുപോലെ തന്നെ 5 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ചിന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ആം ഹോൾ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം താഴത്തുനിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ 1 ഇഞ്ചിന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ നെക്കിപ്പം മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുവരെ മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിൽ ഞാൻ ആദ്യം ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാമെന്ന്. ഇതിന് ഞാൻ കൃത്യമായിട്ട് അങ്ങനെ അളവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇനി ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. ഞാൻ കുറേ കാലങ്ങളായി സ്കാലപ്പ് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ക്യാൻവാസിൽ ആദ്യം സ്കാലപ്പ് വർക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 ഇഞ്ചാണ് എടുത്തത്. അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ക്യാൻവാസിൽ മാർക്ക് ചെയ്യുന്നത്. റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാവേൻ്റെ വളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വള ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം സൈഡിൽ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതാദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വരച്ചതിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അയൺ ചെയ്തെടുത്താൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് നമ്മുടെ ലൈനിങ്ങിലാണ് അയൺ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഞാൻ ബോഡി പാർട്ടിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാൻവാസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ അയൺ ചെയ്ത് വെച്ചാൽ അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ലൈനിങ്ങിലായിരുന്നു സ്റ്റിച്ച് ചെയ്തെടുത്തത്. ശരിക്കും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് നമ്മുടെ ലൈനിങ് ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു മൂളിക്ക സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ മോള് സൗണ്ട് ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് അവോയ്ഡ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത സൈഡും കൂടെ ഇത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം റെഡിയായി വരുമ്പോൾ വലിയ തിരക്കേടില്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്തിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ടെടുക്കണം. അപ്പോൾ കട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ബ്ലൂ കളറിലുള്ള ഇതുപോലുള്ളൊരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പീസാണ് അളവിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു ത്രികോണാകൃതിയിൽ
കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ അറ്റും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ കട്ടിട്ട് ഇതും തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടിക്കാത്ത ആ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്ക് നെക്കിന് പിന്നെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഇതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ കൊടുത്തിട്ട് ഇതും അതുപോലെ തന്നെ തിരിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ ടൈ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നല്ല വശത്താണ് ജോയിൻ ചെയ്തത്. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് നമ്മുടെ ഉൾഭാഗത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബ്ലൂ കളറിലുള്ളൊരു പീസ് നമ്മുടെ സ്ലീവിൻ്റെ അവിടെ പിന്നെ പ്ലീറ്റ് ഇട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് വീതിക്ക് ബ്ലൂ കളറിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് നമ്മുടെ ടോട്ടൽ ആം ഹോൾ വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡറിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും 11.5 ഇഞ്ചായി. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 23 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ആ ലെങ്ത്താണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ അവിടെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ 2 സൈഡും അടിച്ചു കൊടുത്ത് ആ പീസ് ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡും ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ 2 സൈഡും ചേർത്ത് വെച്ചിട്ട് ആദ്യം നല്ല വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നമ്മുടെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ലൈനിങ് ഞാൻ ഇതുപോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 24 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത്, 10 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രോക്കിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഡിസൈനുള്ളൊരു പിന്നെ ടിഷ്യൂ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതും അതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്കേർട്ട് പോർഷൻ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ തയ്യൽ തുമ്പൊന്നും മേത്ത് കൊള്ളില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോയിൽ നിന്നാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നല്ല വശവും ആണ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ലൈനിങ് പോർഷൻ ഇതേപോലെ തന്നെ ലൈനിങ് പോർഷൻ്റെ നല്ല ഭാഗം ഇതേപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതും അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ടിഷ്യൂ മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ട്രഡീഷണൽ ഫ്രോക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഞാനതിന് ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈയുടെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഞാനിതിൽ ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. താങ്ക് യു.